എല്ലാ കുട്ടികളെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ. അപ്പോൾ നമുക്കിന്ന് ഈസ്റ്റു അപ്പക്കാരൊന്നുമില്ലാതെ നമ്മളെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് തലേ ദിവസം നമ്മൾ തേങ്ങ ഉടക്കുമ്പോൾ തേങ്ങാ വെള്ളം എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് വെക്കാം. ഞാൻ പഞ്ചസാര ചേർക്കാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി പൊളിച്ച് വന്നിട്ടുണ്ട്. ഒരു കള്ളിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളയപ്പത്തിന് വേണ്ടി പച്ചരി കുതിർത്തത്, പിന്നെ തേങ്ങ ചിരവിയത്, ഇതിലേക്ക് 1 കപ്പ് വേവിച്ച ചോറ്, ഏതരിയുടെ ചോറായാലും സാരമില്ല, അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബാച്ചായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് തേങ്ങയും ഓരോ ബാച്ചിലും തേങ്ങയും ചോറും ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ബാച്ച് അരച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചിലേക്ക് നമ്മൾ ബാക്കിയുള്ള ചോറും തേങ്ങ ചിരവിയതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കുറവാണ്, തേങ്ങക്കൊക്കെ വളരെ വില കൂടുതലാണ്, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങാ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടി അരച്ച് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും പഞ്ചസാരയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അത് കാരണം സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 8 മണിക്കൂർ ഇത് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ തണുപ്പ് സീസണൊക്കെ ആണെങ്കിൽ ഓവനിൽ വെച്ചാലും മതി, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചൂടുവെള്ളത്തിൻ്റെ പാത്രം എടുത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ ഇത് കുറച്ച് വേഗം തന്നെ എടുത്തതിന്, രാവിലെ തന്നെ എല്ലാവർക്കും പോകേണ്ടത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ഇത് പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടില്ല. മാവ് കുറച്ച് കട്ടിയായിട്ടുണ്ട്, കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ അപ്പം ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല ക്രിസ്പി അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ചുറ്റിച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ അപ്പം കണ്ടില്ലേ, നന്നായി ഹോൾസൊക്കെ വീണിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്, കണ്ടില്ലേ, നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്ക്. ഈസ്റ്റ് ഇഷ്ടപ്പെടാത്തവരും അതേപോലെ ചിലർക്ക് പറ്റില്ല, അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ നല്ല ക്രിസ്പി അപ്പമാണ്. നമ്മുടെ ചെറുപയറിൻ്റെ കറിയുടെ കൂടെ സെർവ് ചെയ്യാം.